ഈ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പക്ഷെ അത് ഹീറോയിൻ ക്യാരക്ടർ ആയിരുന്നു, ഒരു സോഫ്റ്റ് ക്യാരക്ടർ ആയിരുന്നു. നമുക്ക് ആ ഷിവറി കണ്ട് ചില ഡയലോഗ്സ് ഒക്കെ കറക്റ്റിന്റെ പുറകെ നിന്ന് പറഞ്ഞു മറന്നു. അയ്യോ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ 6ാമത്തെ സ്റ്റേജ് സ്റ്റേറ്റ് അവാർഡ് അതായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ഞാനിവിടെ എത്തിപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ദൂരദർശന് വേണ്ടിയിട്ടൊരു ടെലിഫിലിം, ഞാനും ഉർവശേച്ചിയുടെ ബ്രദർ കമലുണ്ടല്ലോ, ഞങ്ങൾ രണ്ടുപേരും ഹീറോയിൻ, അത് ചെന്നൈയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. അതിനു വേണ്ടി ഞാൻ ചെന്നൈയിൽ പോയി. അപ്പോൾ അവിടെ വെച്ച് ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ബാബു ജോസഫ് ക്യാമറമാൻ. അപ്പോൾ അദ്ദേഹം ഇവിടെ ഉള്ളവർക്ക് അറിയോ എനിക്കറിയില്ല, അദ്ദേഹം ഇപ്പം അമേരിക്കയിൽ സെറ്റിൽഡാണ്. അവർ ഒരു ഫിലിം എടുക്കുന്നു. അപ്പോൾ അതിലൊരു ആർട്ടിസ്റ്റിനെ വേണം, ഹീറോയിനെ വേണം. അപ്പോൾ അങ്ങനെ അവർ ആ ലൊക്കേഷനിൽ വരുമ്പോൾ എന്നെ കാണുന്നു. കണ്ടപ്പോൾ എൻ്റെ ആക്ടിങ് ഒക്കെ കണ്ടിട്ടായിരിക്കും അവർക്ക് ഇഷ്ടമായി, അവിടെ വെച്ച് തന്നെ ഫിക്സ് ചെയ്യുന്നു. അങ്ങനെയാണ് ഫിലിമിൽ എൻട്രി ആയത്. അല്ലാണ്ട് ചാൻസിന് വേണ്ടി പോകും അങ്ങനെയൊന്നും അങ്ങനെയല്ല. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായി ഒക്കെ ഇവിടെ കൊണ്ടുവന്നിരുത്താനുള്ള ഒരു നിമിത്തം നമ്മുടെ തലയിൽ ദൈവം വരച്ചിട്ടുണ്ട്. ഫാമിലിയിൽ വേറെ ആർക്കും ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇതിലൊക്കെ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛൻ അത്ര. അച്ഛൻ അപ്പൊ ആദ്യം തിയേറ്ററിലൊക്കെ ചെയ്യുന്നു ഇല്ല, അച്ഛൻ അങ്ങനെ. നമ്മുടെയൊക്കെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്തഡോക്സ് ആയിട്ട് നോക്കുന്ന ഒരു വ്യക്തികളല്ലേ. അങ്ങനെ നോന്നും പറയുന്നില്ല, പക്ഷെ ഇൻട്രസ്റ്റ് അല്ലായിരുന്നു. അമ്മയ്ക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു അങ്കിള് ചെന്നൈയിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ചെന്നൈയിലോട്ട് ഈ അന്നൊക്കെ വന്നിട്ട് സീരിയലും സിനിമയും എല്ലാം ചെന്നൈയിലായിരുന്നു. ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ അവിടെ താമസമായി. അങ്ങനെ ഇവിടെ വരെ എത്തി. അപ്പൊ കുഞ്ഞുനാള് മുതലേ ഉള്ളിലൊരു ആക്ട്രസ് ഇങ്ങനെ അമ്മയുടെ കിടപ്പുണ്ട് അല്ലേ? തനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അതെ, കുഞ്ഞുനാള് മുതലേ എങ്ങനെ ഡാൻസ് പഠിച്ചിട്ട് ഈ സ്കൂളിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. തനിക്ക് പറ്റാതെ പോയ ഏതെങ്കിലും ഒരു സാധനം, ഡാൻസോ എന്തെങ്കിലും, വാട്ട് എവർ ഇറ്റ് മേ ബി, ഇവളിൽ കൂടി നേടണം എന്ന് വിചാരിച്ച ഏതെങ്കിലും ഒരു കാര്യമുണ്ട് തന്റെ ലൈഫിൽ പറ്റാതെ പോയ? ഇല്ല, നമുക്ക് പറ്റാതെ പോയ കാര്യം നമ്മുടെ കുഞ്ഞ്, അത് അവൾക്ക് ലക്കുണ്ടെങ്കിൽ. എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്ക് മിക്ക അവരുടെ ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്ന മക്കളിൽ കൂടിയാണ്. ഈവൻ ചിലപ്പോൾ സ്റ്റേറ്റ് അവാർഡ്, ഒരു നാഷണൽ അവാർഡ്. അപ്പൊ അവളെ ആക്ട്രസ് ആക്കുവാന്നോ? ഇഷ്ടം പോലെ. ഇഷ്ടടാ ഡോക്ടറും ടീച്ചറും ഉണ്ട്. ടീച്ചറോ? ഇഷ്ടാണോ കൊച്ചുങ്ങളെയൊക്കെ പഠിപ്പിക്കാന്? അല്ലെങ്കിൽ തന്റെ ആഗ്രഹം എന്തായിരുന്നു ഉള്ളിൽ അവളൊരു ആക്ട്രസ് ആക്കണം എന്നായിരുന്നു? നാഷണൽ അവാർഡ് അങ്ങനെ അതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരാഗ്രഹമുണ്ട് അവളിൽ നിന്നും. ആവുന്നെങ്കിൽ ആവട്ടെ. ഓക്കെ. ഇപ്പൊ കന്യ ശരിക്കും താൻ എല്ലാ ആക്ടറിലൂടെയും അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂക്ക, ലാലേട്ടൻ, എല്ലാവരുടെയും. ശരിക്കും ഒരു ഒന്നിനൊന്ന് നമുക്ക് ഒരാളെ. ലാലേട്ടൻ്റെ ഫിലിമിലൊന്നും ഞാൻ ഒന്ന് ചെയ്യാൻ പോയിട്ട് ഞാൻ ഇങ്ങനെ തിരിച്ചു പോകുന്നു. ഞാൻ വർക്ക് ചെയ്തില്ല. മമ്മൂക്കയുടെ പോക്കിരി രാജ, പ്രജാപതി, പോക്കിരി രാജ. ഇനി ലേറ്റസ്റ്റ് ചെയ്യാൻ പോകുന്ന ഏതെങ്കിലും ഫിലിം ഒന്നും എല്ലാം സീരിയലിൽ ഇങ്ങനെ കംപ്ലീറ്റ്ലി. അതെന്താന്ന് വെച്ചാൽ അതിലും മെയിൻ കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ സീരിയൽ ആർട്ടിസ്റ്റിനെ ഒന്നും നമ്മുടെ മലയാള ഫിലിമിന് വേണ്ടല്ലോ. നമ്മുടെ ഇവിടെ നല്ല പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും തെലുങ്കിലും ഹിന്ദി, അത് ശരിക്കും ഒരു ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരു പരാതിയല്ലേ. തമിഴ്, അവിടെ സീരിയൽ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായിരിക്കും ഇവിടെ കൊണ്ടുവന്ന് സീരിയൽ സിനിമ ചെയ്യിപ്പിക്കുന്നത്. അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല. ഇവിടെ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, എത്രയോ ടാലൻ്റ് ഉള്ള ആർട്ടിസ്റ്റുകളുണ്ട് അല്ലേ. പിന്നെ ആക്ട്രസ് എല്ലാവരും ഉണ്ട്. പക്ഷെ ഇവിടെ ഉള്ളവരൊന്നും ആർക്ക് വേണ്ട, അംഗീകരിക്കുന്നില്ല. റിയാക്ട് ചെയ്തിട്ടില്ല. അത് റിയാക്ട് ചെയ്യാണ് ഞാനിപ്പോ. പ്രതിഷേധം നമ്മുടെ ഇവിടെ എല്ലാ ആക്ടറോടും, വലിയ വലിയ ഹീറോയിൻ, മറ്റു ഹീറോയിൻസിൻ്റെ അടുത്ത് പറയാം, പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറയുന്നതാണ്. നമ്മുടെ ഇവിടെ ഉള്ള ആക്ട്രസിന് ഇപ്പം അതും ലേഡീസിനാണോ കൂടുതലും പ്രോബ്ലംസ്. നമ്മുടെ ഇവിടെ ഉള്ളവർക്ക് ആരും അംഗീകരിക്കുന്നില്ല. അത് രണ്ട് സീരിയലിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ സീരിയൽ ആർട്ടിസ്റ്റാണ്, സീരിയൽ വന്നു പോയിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് വേണ്ട. അതെന്താണ് കാരണം? പക്ഷേ ഞങ്ങളെ സീരിയൽ ആർട്ടിസ്റ്റിന് 5-6 വർഷം ഒരേ ടൈമിൽ ഞങ്ങളെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു സിനിമയൊക്കെ ചിലപ്പോൾ വന്നിട്ട് ചിലപ്പോൾ കാണാതെ പോകും അല്ലേ. പക്ഷെ അതും കഷ്ടപ്പെട്ട ഒരു ലക്കാണ്. സിനിമയാണേലും സീരിയലാണേലും ഈ ഒരു പ്രോഗ്രാം ആണേലും ദൈവത്തിന് അനുഗ്രഹമാണ്.
പക്ഷെ നമ്മുടെ ഇവിടെ നിറയെ ആർട്ടിസ്റ്റുകൾ വർക്ക്, ഇപ്പം ഞാനൊക്കെ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് അതിൻ്റെ ഫീൽ എനിക്ക് അറിയില്ല, വർക്കില്ലാതിരിക്കുന്നതിൻ്റെ ഫീൽ എനിക്കറിയില്ല. പക്ഷെ എത്രയോ ആർട്ടിസ്റ്റ് 10-15 വർഷമായിട്ട് ഇവിടെ വർക്കില്ലാണ്ടിരിക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് നമ്മുടെ ആൾക്കാർ അവരെയൊക്കെ വിളിച്ചു ഒരു ഇയർലി വൺസ് എങ്കിലും ഒരു ചാൻസ് കൊടുക്കാം. ഓക്കെ. ഇപ്പൊ 15 വർഷമായിട്ട് ക്യാരക്ടർ ഇല്ലാതിരിക്കുന്ന ആർട്ടിസ്റ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു, അഭിനയിക്കാതിരിക്കുന്നതെന്ന്. പക്ഷെ അവർക്ക് സീരിയലിൽ എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഈ പറയുന്ന പോലെ അവർ ട്രൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ആത്മയിലോ അമ്മയിലോ ഒക്കെ മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു ഇയർലി വൺസ് ഒരു ഫിലിമിലോ അല്ലെ ഒരു 2 years വർക്ക് ചെയ്യാത്തവരൊക്കെ വിളിച്ച് എന്തെങ്കിലും ഒരു ക്യാരക്ടേഴ്സ്. അത് ശരിക്കും കന്യ പ്രതിഷേധിക്കുന്ന ഡയറക്ടേഴ്സിനടുത്തും പ്രൊഡ്യൂസേഴ്സിനടുത്തും രണ്ടുപേരെടുത്തോളം. ഇതിപ്പോ ഇത് പറയാം. ഇപ്പോൾ ഇവിടുന്ന് ന്യൂജൻ ഡയറക്ടേഴ്സൊക്കെ എല്ലാം പുതിയ ആൾക്കാരെ കൊണ്ട്, പഴയ ആൾക്കാരെയൊന്നും അവർക്ക് അറിയില്ല. അല്ല, ഇപ്പൊ അത് അവര് പിന്നെ ഈ നമ്മുടെ അമ്മ എന്നുള്ള ഒരു സംഘടനയിൽ നോക്കണം, നോക്കി അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിന്റെ ലിസ്റ്റ് എടുക്കണം, ഇന്ന ഒരു ക്യാരക്ടറിന് ഇവർക്ക് കൊടുക്കാം അല്ലെ ഇവർക്ക് കൊടുക്കാം വേണം. അത് ചെയ്യാം. ഈ ശരിക്കും പറഞ്ഞാൽ പരിഗണിച്ചില്ലെങ്കിൽ പോലും അവരൊരു പെൻഷൻ സ്കീം പോലെ ഒരു പൈസ അവർക്ക് കൊടുക്കുന്നുണ്ട്. അമ്മ കൊടുക്കുന്നുണ്ട്. അമ്മ നമ്മുടെ ആർട്ടിസ്റ്റ് അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു മെയിൻ ഇത് അമ്മയിലെ മെമ്പർ ആണെങ്കിൽ, അയ്യോ നമ്മൾ കേരളത്തിലെ ഒരു ആക്ടറാണ്, ആക്ട്രസ് ആണെന്ന് സർട്ടിഫിക്കറ്റ്. അപ്പം ഈ വലിയ ക്യാരക്ടറോ അല്ലെങ്കിൽ വലിയ സ്ക്രീനോ ചെറിയ സ്ക്രീനോ ഒന്നുമില്ല, എല്ലായിടത്തും ഇവിടെ വന്നിട്ട് വലിയ സംഭവമായിട്ട് അഭിനയിക്കണമെന്നല്ല. ചിലപ്പോൾ അവിടെ ഡയറക്ടർ കയ്യിലാണല്ലോ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഡയറക്ടർ ഇത്ര മതി, ഇതിൽ കൂടുതൽ ഇനി വേണം, അത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മളെ പറഞ്ഞുകൊടും, അത് വേറെ കാര്യം. അപ്പൊ എപ്പോഴും ശരിയായ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എപ്പോഴും ഡയറക്ടർക്ക് വേണ്ട ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കാനുള്ളത്. കാരണം എപ്പോഴും അങ്ങനെ ചെയ്യുന്നത് ഡോക്ടേഴ്സ്, ഐ മീൻ ഡയറക്ടേഴ്സ് എല്ലാം പറയുന്ന ഒരു എക്സാഗ്രേഷൻ ഇടാൻ പറയുമ്പോൾ കൂടുതൽ കൊടുക്കട്ടെ, അപ്പൊ അവർക്ക് സന്തോഷം. അമ്മ ഇപ്പൊ ഈ ഇടയില് അഭിനയിച്ചതെല്ലാം ആന്റി പറഞ്ഞില്ലേ കുറച്ച് എക്സാഗ്രേറ്റഡ് ആയിട്ട് അഭിനയിച്ചത്. അന്നേരം അമ്മയോട് ചോദിച്ചു, അമ്മ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു അഭിനയിച്ചപ്പോ ഒക്കെ? അമ്മയുടെ ചോദിക്കും, ഉപദ്രവിക്കുമ്പോ പറയാം, അമ്മ എന്തിനാമ ഇങ്ങനെ, അയ്യോ കുഞ്ഞിന് ഭയങ്കര വിഷമമുണ്ടാവും. നല്ല കാശ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ വിടും. അല്ല ശരിക്കും കന്യ എന്ത് ചോദിച്ചാലും ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്ക് അപ്പുറം ഞാൻ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയാം. നമുക്ക് ഈ മനസ്സിൽ വെച്ചിട്ട് പാര പണിയുന്ന സ്വഭാവമില്ല, ഉള്ള കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും. അല്ല അപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആസ് ഫാർ ആസ് എൻ ആർട്ടിസ്റ്റ് എന്നുള്ളത് നമ്മൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിനെ ഒരുപാട് ബാധിക്കുമല്ലേ നെഗറ്റീവ് പവേഴ്സ്? ദൈവം തീരുമാനിക്കും. ഞാൻ ഇന്നിവിടെ വന്ന് ഈ ചപ്പാത്തി ചിക്കനും കഴിക്കണമെന്ന് ദൈവം തീരുമാനിച്ചല്ല, ഞാൻ തീരുമാനിച്ചോ ആനി തീരുമാനിച്ചോ ഇവിടെ ഇരിക്കുന്ന ആരും തീരുമാനിച്ചല്ല. എനിക്ക് കിട്ടാനുള്ളത് അതിന് ഞാൻ എന്ത് തരികട കാണിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് കിട്ടും. അതത്രേ ഉള്ളൂ. നമുക്ക് നമ്മൾ സ്റ്റേറ്റ് ഫോർവേഡാണ്, നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യാണ്ടിരിക്കുക, നമുക്ക് കിട്ടാനുള്ളത് ആ വഴി ഇങ്ങ് വന്നോളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്, അദ്ദേഹം നല്ല എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, പാവ മനുഷ്യനാണ്. കവിതാ ഭാരതി, അതെ സീരിയൽ പുള്ളി ഡയറക്ടറായിരുന്നു, ഞാൻ ഹീറോയിൻ്റെ ആയിരുന്നു. വഴക്കായിരുന്നു ഫസ്റ്റ് രണ്ടുപേരും കൊണ്ട് ഉടക്കിയാണ്, പിന്നെ അങ്ങനെ